നമുക്ക് എന്താണ് ദാസ നേരത്തെ തോന്നായിരുന്നെന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ഇത്രയും കാലം 40-42 കൊല്ലം അരിഭക്ഷണം കഴിച്ച് മാത്രമല്ലേ ജീവിച്ചത്. ഇനിയെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ? അപ്പോൾ ഈ റോളാക്കി തട്ടിക്കൊണ്ടിരിക്കുന്ന ഐറ്റം നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി നമ്മളൊരു 300 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കാശ്മീരി ചില്ലിയും സാദാ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് അടുപ്പ് കത്തിച്ച് നമ്മുടെ പാൻ അങ്ങോട്ട് വെച്ചു. കുറച്ച് ബട്ടറും ഒലിവ് ഓയിലും കൂടെ ഞങ്ങൾ ചേർക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ ഓപ്ഷനിലാണ്, ഇതിലേതെങ്കിലും ഒരു സാധനം മാത്രം മതി. അപ്പോൾ ഞങ്ങൾ ഇത് രണ്ടും ചേർത്തു. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചിക്കൻ ആഡ് ചെയ്തു. ഇനി ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ നല്ല വൃത്തിയിൽ വെന്ത് വരും. നമുക്കതിനകത്ത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ എന്തായാലും പാനിലേക്ക് ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കുക. അങ്ങനെ ചിക്കൻ നമ്മൾ നല്ലോണം ഇളക്കി നല്ലോണം മിക്സാക്കി ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോഴാണ് നമ്മുടെ അടുത്ത ഐറ്റം നമ്മൾ ചേർക്കുന്നത്. ഒരു സവാള നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ സവാള നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഈ സവാളയും ചേർത്ത് നല്ലോണം ഇളക്കി സവാള ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വരുമ്പം നമുക്ക് നമ്മുടെ അടുത്ത 2 ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ ചേർക്കാൻ വേണ്ടി പോകുന്നത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കവും ബ്രോക്കോളിയാണ്. ഇതിനകത്തേക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ക്യാരറ്റ് ആഡ് ചെയ്യാം, മഷ്റൂം ആഡ് ചെയ്യാം, അങ്ങനെ നമ്മുടെ ചോയ്സാണ്. നമുക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. അങ്ങനെ നമുക്കൊരു പ്രോട്ടീൻ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ചിക്കൻ നമുക്ക് റെഡി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല പോലെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി എല്ലാം സെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചൂടോടെ ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പം ഇനി നമ്മൾ ഇത് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോട്ടീൻ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ ഉണ്ടാക്കി അതേ പാനിൽ തന്നെ ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി നമുക്ക് പ്രോട്ടീൻ ബ്രെഡ് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ റോൾ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങൾ 2 പേരുള്ളത് കൊണ്ട് നമ്മൾ 3 റോളാണ് ടോട്ടൽ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ റോൾ ഉണ്ടാക്കുന്നത് കണ്ടല്ലോ, വളരെ ഈസിയാണ്. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് റോൾ ഉണ്ടാക്കാം. ഇങ്ങനെ ചിക്കൻ റോളിൻ്റെ മുകളിലേക്ക് എടുത്തിടുക, പ്രോട്ടീൻ ബ്രെഡിൻ്റെ മുകളിലേക്ക് എടുത്തിടുക. എന്തെങ്കിലും സോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സോസ് ചേർത്ത് കൊടുക്കുക, റോളാക്കുക, പരിപാടി കഴിഞ്ഞു. ഞങ്ങൾ കുറച്ച് ബാർബിക്യൂ സോസാണ് എടുത്തത്. മൊത്തത്തിൽ ഒരു 10-12 മിനിറ്റ് കൊണ്ട് നമ്മൾ ഡിന്നർ റെഡിയാവും. ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ ഡിന്നർ. അപ്പോൾ നമ്മുടെ പ്രോട്ടീൻ ചിക്കൻ റോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചത് ഇവിടെ UAE കിട്ടുന്ന പ്രോട്ടീൻ ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ്. ഇതാണ് ഞങ്ങൾ ഉപയോഗിച്ച പ്രോട്ടീൻ ബ്രെഡ്. ഈ പ്രോട്ടീൻ ബ്രെഡിനകത്ത് കാലറി വളരെ കുറവാണ്. ആകെയുള്ളത് 90 കാലറിയാണ് ഒരു ബ്രെഡിനകത്ത്. ഹോൾ ഗ്രെയിൻ ബ്രെഡാണ്. പിന്നെ അതുമാത്രമല്ല ഓരോ ബ്രെഡും 6.4 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങളിതൊരു ഹെൽത്തി ഓപ്ഷൻ ആയതുകൊണ്ട് ഒന്നെങ്കിൽ ഇത്, അല്ലെങ്കിൽ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ടോട്ടില്ല റാപ്സ് അല്ലേ, ഇത് രണ്ടുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഭക്ഷണ രീതിയിലേക്ക് മാറിയിട്ട് കുറച്ച് കാലമായുള്ളൂ. നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് വളരെ കുറച്ച് നമ്മൾ പ്രോട്ടീനും ഫൈബറും അടങ്ങിയ ഫുഡാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. പ്ലസ് നമ്മൾ എടുത്തിട്ടുള്ളത് 300 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ആണ്. അപ്പോൾ 300 ഗ്രാം ചിക്കൻ ബ്രസ്റ്റിൽ ആകെ 490 കാലറിയാണ് ഉള്ളത്. രണ്ടാമത് 93 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്കാകുമ്പം 150 ഗ്രാം ആകുമ്പോൾ തന്നെ ഏകദേശം 40-45 ഗ്രാം പ്രോട്ടീൻ ആ ചിക്കൻ തന്നെ കിട്ടും. ഇത് ഞാൻ 2 എണ്ണം കഴിച്ച് കഴിഞ്ഞാൽ 12. അപ്പോൾ എത്രയായി? ഏകദേശം 60ഓളം ഗ്രാം നമുക്ക് ഡിന്നർ തന്നെ കിട്ടും. നിങ്ങളൊക്കെ എന്താ പറയുന്നത്, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഇങ്ങനത്തെ ഫുഡിലേക്കൊക്കെ മാറി നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെയൊക്കെ അളവ് കുറച്ച് ഒരു ഹെൽത്തി സൊസൈറ്റി ആയിട്ട് നമുക്ക് മാറാൻ പറ്റട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ റാപ്പ് സ്പെഷ്യലിസ്റ്റ് ഒന്നല്ലോ. അപ്പോൾ റാപ്പൊന്നും അത്ര പക്കായിട്ടൊന്നും വരണമെന്നില്ല. പിന്നെ ഇത് സ്ഥിരമായിട്ട് ഉണ്ടാക്കി കഴിച്ചുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് കുറേ കൂടെ എക്സ്പെർട്ട് ആവും. നമ്മുടെ ബോഡി വെയ്റ്റിനനുസരിച്ച് ഇപ്പോൾ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇപ്പോൾ 80 ഗ്രാം ബോഡി വെയിറ്റ് ആണെങ്കിൽ നമ്മൾ 1.5 ഗ്രാം നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ ഇൻറ്റു 1.5 ഗ്രാം എങ്കിലും പ്രോട്ടീൻ നമുക്ക് ആവശ്യമായിട്ട് വരും, ഹെവി വർക്കൗട്ടൊക്കെ ഉള്ള ആളാണെങ്കിൽ.
ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഏറ്റവും നല്ലത് നമ്മൾ ബോഡി വെയിറ്റ് അനുസരിച്ചെങ്കിലും പ്രോട്ടീൻ ഇൻടേക്ക് ഉറപ്പായിട്ട് നമ്മൾ ഇനിയിപ്പം ശ്രദ്ധിക്കണം. ഞങ്ങൾ ബാക്കിയുള്ള സാധനങ്ങളൊന്നും കഴിക്കൂല എന്നല്ല, അളവ് വളരെയധികം കുറച്ച് നമുക്ക് ആവശ്യമുള്ള കാലറി മാത്രം കഴിച്ച് നമ്മൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. ആക്ച്വലി ഇത് നമ്മൾ ഈ ഒരു ചിക്കൻ നമ്മൾ ഉണ്ടാക്കുന്ന കണ്ടല്ലോ, അതിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ക്യാരറ്റ് ആഡ് ചെയ്യാം, മഷ്റൂംസ് ആഡ് ചെയ്യാം, ബ്രോക്കലി ഞങ്ങൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമയം കളയുന്നില്ല, ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. പ്രോട്ടീൻ ബ്രെഡിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കി നോക്കട്ടെ എന്താ അവസ്ഥ. വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യുന്നില്ല. നമുക്കൊരു എവിടെയോ ഒരു ചപ്പാത്തി ഇവിടെ ഒക്കെ പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം ചപ്പാത്തി അല്ലെന്നറിയാം, പക്ഷെ എന്നാലും ചപ്പാത്തി റാപ്പൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ ഒരുപാട് വൈകിപ്പോയി എന്നുള്ളൊരു വിഷമം കൂടി ഉണ്ട്. മെയിനായിട്ടുള്ള ഗുണം വയറ് നന്നായിട്ട് നിറയും, ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്. അപ്പോൾ പിന്നെ ശരീരത്തിന് ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിച്ചു തീർക്കട്ടെ. കിട്ടുന്ന ഫുഡാണ്. അപ്പം ഇങ്ങനത്തെ ഒരു ഹെൽത്തി ഫുഡുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി, ബൈ.